താങ്ക് യു ജീസസ്. 2 തിമോത്തിയോസ് 2-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ സമയത്തായിരിക്കാം. കർത്താവ് നമ്മെ സൂക്ഷിച്ച വിധങ്ങൾക്ക് കർത്താവ് നന്ദി പറയാം. നമുക്ക് ലഭിക്കുന്ന സമയങ്ങളിലൊക്കെ കർത്താവായ യേശുവിനെ നാം ഉയർത്തുവാൻ തയ്യാറാകുക. രാവിലെ തോറും നടക്കുന്ന ഈ ശുശ്രൂഷകൾ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഒരിക്കൽ കൂടെ കർത്താവിന് നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിനുള്ള എൻ്റെ സ്നേഹവന്ദനം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ചില നിമിഷങ്ങൾ ദൈവവചനം ശ്രവിക്കാം. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 3-ാം വാക്യമാണ് ഞാൻ വായിക്കാനിടയായത്. ഈ ഒരു 1 തിമോത്തിയോസും അതുപോലെ 2 തിമോത്തിയോസും ഒക്കെ ക്രിസ്തുയേശുവിലുള്ള ജീവൻ്റെ വാഗ്ദത്ത പ്രകാരം ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് പ്രിയ മകനായ തീമോത്തിയോസിന് എഴുതുന്നതാണ്. ഈ ഭാഗങ്ങൾ കൃപയാൽ നമ്മോട് പറഞ്ഞിരിക്കുന്ന, ഇന്ന് നാം അനുവർത്തിക്കേണ്ട, ഇന്ന് നാം ചെയ്തു വരേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ ലേഖനങ്ങൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം യേശുക്രിസ്തുവിൻ്റെ നല്ല ഭടൻ. യേശുക്രിസ്തുവിൻ്റെ ഒരു നല്ല ഭടൻ എപ്രകാരമായിരിക്കണം, ക്രിസ്തുവിൻ്റെ നല്ല ഭടനെക്കുറിച്ച് 2 കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാം. 1-ാം അധ്യായം 2-ന്റെ 1 മുതൽ വായിക്കുമ്പോൾ, എൻ്റെ മകനെ, ക്രിസ്തുയേശുവിന്റെ കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. 3-ാം വാക്യം, ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായ നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ലുകെട്ടിയാലും ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യഫലം അനുഭവിക്കേണ്ടത്. ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക. കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. അതറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. അതുകൊണ്ട് ക്രിസ്തുയേശുവിന്റെ രക്ഷ നിത്യ തേജസ്സോടുകൂടി വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. പ്രിയമുള്ളവരെ, പൗലോസ് തീമോത്തിയോസിനോട് പറയുന്ന കുറെ ഭാഗങ്ങളാണ് ഞാൻ വായിക്കാനിടയായത്. ഒന്ന്, നീ കർത്താവിൻ്റെ നല്ല ഭടനാകുക. ഇവിടെ പറയുന്ന 1-2 കാര്യങ്ങൾ ഒന്നുകൂടെ ഓർപ്പിക്കാം. ഒന്ന്, ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടൻ, ക്രിസ്തുയേശുവിൻ്റെ കൃപയാൽ ശക്തിപ്പെടുക. മറ്റൊന്ന്, നീ കേട്ടത്, നീ പഠിച്ചത് വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. ഒരു നല്ല ഭടനാണെങ്കിൽ കഷ്ടം സഹിക്കുക, യേശുവിനെ പ്രസാദിപ്പിക്കുക, ജീവനകാര്യങ്ങൾ ഇടപെടാതിരിക്കുക, കിരീടത്തിനായി ചട്ടപ്രകാരം നിയമപ്രകാരം കിരീടത്തിനായി പോരാടുക. നീ പ്രയാസപ്പെടേണ്ട, കർത്താവ് നിനക്ക് സകലത്തിലും ബുദ്ധി നൽകുമല്ലോ. യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, എപ്പോഴും യേശുവിനെ ഓർക്കുക. ഇവ കാര്യങ്ങളാണ് പൗലോസ് തീമോത്തിയോസിനോട് പറയുന്നത്. ഇതിലെ എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ചില കാര്യങ്ങൾ മാത്രം പറയാം ഭടനെക്കുറിച്ച്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടൻ, യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ ശക്തിപ്പെടുക, കേട്ടത് വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക, കഷ്ടം സഹിക്കുക, യേശുവിനെ പ്രസാദിപ്പിക്കുക, ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, നിയമപ്രകാരം കിരീടത്തിനായി പോരാടുക. നീ പ്രയാസപ്പെടേണ്ട, കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഇവിടെ പറഞ്ഞ് തീമോത്തിയോസിനോട് പറയുന്നത്. ഒരു നല്ല ഭടന്
ചില മാനദണ്ഡങ്ങളുണ്ട്. നല്ല ഭടൻ അതനുസരിച്ച് ജീവിക്കണം. രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നതാണ് നല്ല ഭടൻ. സാധാ ഒരു മനുഷ്യനെ പോലെ ഒരു ഭടൻ പറ്റത്തില്ല. ചില നിയമങ്ങൾ കീഴ്പ്പെട്ടുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ചില ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെ നമ്മളുടെ രാജ്യം ഭരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ നിയമങ്ങൾക്കനുസരിച്ച്, അല്ലെങ്കിൽ നിയമവാലിക്കനുസരിച്ച് പ്രവർത്തിക്കണം. ഒരു സാധാ ഒരു ജനങ്ങളെ പോലെ അല്ല ഒരു ഭടനായിരിക്കേണ്ടത്. ഭടന് ചില മാനദണ്ഡങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗം പഠിക്കുമ്പോൾ അറിയാം, ഭടനെക്കുറിച്ച് പറയുന്നുണ്ട്, കൃഷിക്കാരനെക്കുറിച്ച് പറയുന്നുണ്ട്, മത്സരത്തിൽ പങ്കെടുക്കുന്നവരെക്കുറിച്ച്. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടിയാലും കിരീടം പ്രാപിക്കുകയില്ല. അപ്പം മത്സരത്തെക്കുറിച്ച് പങ്കെടുക്കുന്നവരെക്കുറിച്ചൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഒരു ഓട്ടക്കാരൻ ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ ട്രാക്ക് തെറ്റി ഓടാൻ പറ്റത്തില്ല. ഒരു ചട്ടമുണ്ട്. ആ ട്രാക്കിൽ കൂടെ മാത്രം ഓടിയാലേ, ട്രാക്ക് തെറ്റി ഓടി മുമ്പിൽ ചെന്നാലും ഒന്നാം സ്ഥാനം കിട്ടത്തില്ല. ഇനിയും ട്രാക്കിൽ കൂടെ വരുന്ന ആളിന് മാത്രമേ മുമ്പിലെത്തിയാൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഓട്ട മത്സരത്തിലും ചില നിയമങ്ങളുണ്ട്, അത് പാലിക്കണം. മറ്റൊന്നൊരു കൃഷിക്കാരനെ കുറിച്ച് പറയുമ്പോൾ, കൃഷിക്കാരൻ അവന് ഇഷ്ടമുള്ള സമയത്തല്ല കൃഷി ഇറക്കുന്നത്, അല്ലെങ്കിൽ വിത്ത് വിതയ്ക്കാൻ പോകുന്നത് ഇഷ്ടമുള്ള സമയത്തല്ല. അതിന് ചില കാലങ്ങളുണ്ട്, പ്രകൃതിയാലുള്ള ചില നിയമങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രകൃതിയാലുള്ള ചില സീസണുകൾ, സമയങ്ങളുണ്ട്. ആ സമയത്തിനനുസരിച്ച് മാത്രമേ അത് ഏത് വിത്താണെങ്കിലും അത് പാകുവാൻ പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമേ നല്ല വിളവെടുക്കാൻ പറ്റത്തുള്ളൂ. കൃഷിക്കാരൻ തനിഷ്ടപ്രകാരം ആയിരിക്കത്തില്ല. കൃഷിയെ വളരെ ശ്രദ്ധയോടെ പരിപാലിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം ഇതിനൊക്കെ ഒരു നിയമത്തിനകത്താണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക മാനദണ്ഡങ്ങൾ ഇതിനകത്തെല്ലാം ഉണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഒരു നല്ല ഭടനും അപ്രകാരം തന്നെ ആയിരിക്കണം. നമ്മളിവിടെ നിയന്ത്രിക്കാൻ ആരുമില്ലെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ മുകളിൽ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്, നമ്മൾ കീഴ്പ്പെടുന്നവരുണ്ട്, നമ്മൾ നടത്തുന്നവരുണ്ട്, ഒക്കെ ശരി. എന്നാലും നമുക്കൊരു നിയമമുണ്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്രകാരം നിൽക്കണമെന്നാണ് പൗലോസ് തീമോഥെയോസിനോട് പറയുന്നത്. നിന്റെ ഇഷ്ടപ്രകാരമൊന്നുമല്ല, ദൈവ ഇഷ്ടപ്രകാരം നീ കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമേ നിനക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവി അല്ലെങ്കിൽ ഒരു കിരീടം പ്രാപിക്കുകയുള്ളൂ എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. ഈ ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുക. ക്രിസ്തുയേശുവിന് നല്ല ഭടൻ. അപ്പം യേശു ക്രിസ്തുവിൻ്റെ നല്ല ഭടനായിട്ടിരിക്കുവാൻ ഈ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുക. നിൽക്കുന്നെങ്കിൽ, കർത്താവിനോട് നിൽക്കുന്നെങ്കിൽ നന്നായി നിൽക്കാൻ തയ്യാറാകുക, ഒരു നല്ല ഭടനാകുക. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് അപേക്ഷിക്കുന്നു. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിനകത്താക്കി. അപ്പോൾ നമ്മൾ എവിടുത്തെ ഭടനാണ്? ഏത് രാജ്യത്തിലെ ഭടനാണ്? നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിനകത്താക്കി. അപ്പം പുത്രൻ്റെ രാജ്യത്തിലെ പടയാളിയാണ്, അല്ലെങ്കിൽ പുത്രൻ്റെ രാജ്യത്തിലെ ഭടനാണ്, യേശുക്രിസ്തുവിൻ്റെ ഭടനാണ്. അപ്പം നമ്മെ ആക്കി വച്ചിരിക്കുന്നത് ക്രിസ്തുയേശുവിൽ, ആ യേശുക്രിസ്തുവിൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലെ ഭടൻ. നാം ആയിരിക്കുന്നത് പുത്രൻ്റെ രാജ്യത്തിലെ ഭടനാണ്. അപ്പം പുത്രൻ്റെ രാജ്യത്തിലെ ഭടൻ വളരെ ഉത്തരവാദിത്വമുള്ളവരായിരിക്കണം. ആ രാജ്യത്തോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളവരായിരിക്കണം. ആ രാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം. അനേകരെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് ആ രാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ തയ്യാറുള്ളവരാകണം. അതുപോലെ തന്നെ നരകത്തിലേക്ക് പോകുന്നവരെയൊക്കെ രക്ഷയുടെ സന്ദേശം പറഞ്ഞ് ആ നിത്യതയുടെ അവകാശത്തിന് ഓഹരിക്കാരാക്കി മാറ്റണം. അപ്പം നാം എവിടുത്തെ ഭടനാന്ന് ചോദിച്ചാൽ പുത്രൻ്റെ രാജ്യത്തിലെ ഭടൻ, സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലെ ഭടൻ. അപ്പം പിതാവാം ദൈവം വളരെ സന്തോഷത്തോടെ, പിതാവാം ദൈവം നമ്മളെ അവിടെ നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് നാം സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. സന്തോഷത്തോടെ കർത്തൃവേലയിൽ പ്രയോജനപ്പെടുന്നവരാകണം. അപ്പം പുത്രന്റെ രാജ്യത്തിലെ ഭടനാണ്
ഞാനും നിങ്ങളും ഒക്കെ എന്നുള്ള കാര്യം ഈ സമയത്ത് മറന്നു പോകരുത്. അപ്പോൾ ഭടനായിരിക്കുമ്പോൾ ഭടൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. ഒരു പടയാളിയെ സംബന്ധിച്ച് എപ്പോഴും അലേർട്ടായിരിക്കണം. ഏത് സമയത്തും, അർദ്ധരാത്രിയിലോ അതിരാവിലെയോ നട്ടുച്ചയ്ക്കോ വൈകുന്നേരത്തോ രാവിലെയോ ഏത് നേരത്തും ഭടൻ അലേർട്ടായിരിക്കണം. എപ്പോഴും ഒരുക്കത്തോടു കൂടി ആയിരിക്കണം. പിന്നെ ആകട്ടെ, നാളെ ആകട്ടെ, പിന്നെ എന്ന് നാം പറയരുത്. എപ്പോൾ പറഞ്ഞാലും ഏത് സമയത്തും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണോ, അത് റോഡാണെങ്കിലും ഗ്രൗണ്ടാണെങ്കിലും ഇനി പ്ലാറ്റ്ഫോം കിട്ടിയില്ലെങ്കിലും ഏത് സാഹചര്യത്തിനകത്താണെങ്കിലും കുടിലെന്നോ കൊട്ടാരമെന്നോ ഒന്നും വിഷയമുള്ള കൂട്ടത്തിലല്ല, ഏത് സമയത്തും അലേർട്ടായിരിക്കണം. ഇപ്പം നമ്മുടെ രാജ്യത്തിലെ ഭടന്മാർ നാവികസേനയാകട്ടെ, കരസേനയാകട്ടെ, വ്യോമസേനയാകട്ടെ, മറ്റ് ബോർഡ് സെക്യൂരിറ്റി ഫോഴ്സോ അല്ലെങ്കിൽ മറ്റ് ഫോഴ്സുകളോ, അല്ലെങ്കിൽ നമ്മുടെ ദേശം, നാം വാർക്കുന്ന പ്രദേശം, പ്രാദേശിക സ്ഥലങ്ങൾ ഭരിക്കുന്ന പ്രാദേശിക തലങ്ങളിലെ പോലീസ് അധികാരികളോ അല്ലെങ്കിൽ പോലീസുകാരോ അങ്ങനെ പ്രിയപ്പെട്ടവരൊക്കെ അവരെ ഏൽപ്പിച്ചിരിക്കുന്നതിനകത്ത് അവർ ഇപ്പോഴും അലേർട്ടാണ്. എപ്പോഴും അവർ അലേർട്ടായിട്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഭടൻ ഒരുങ്ങിയിരിക്കണം. ഏത് സമയത്തും എപ്പോഴും തൻ്റെ ആയുധധാരിയായി ഭടൻ ഒരുങ്ങിയിരിക്കണം. അത് കുളിക്കാൻ പോയാലും ഏത് സമയത്തും ആയുധം ധരിച്ചുകൊണ്ട് തന്നെ ഏത് സമയത്തും ആയുധധാരികളായി ഒരുങ്ങിയിരിക്കണം, ഏത് നേരത്തും. കാരണം എപ്പോഴാണ് ഒരു അറ്റാക്ക് വരുന്നറിയാൻ പറ്റത്തില്ല. അപ്പം ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടൻ ഒരുങ്ങിയിരിക്കണം. ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടൻ ഏത് സമയത്തും ഒരുങ്ങിയിരിക്കണം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം. അവിടെ ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുമെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തും നിൽക്കുവിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവിൻ എന്ന ഭാവം പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കേ, സർവായുധവർഗം ധരിക്കണം. ഒരു ഭടനെ സംബന്ധിച്ച് സത്യമുള്ളവനായിരിക്കണം. ശരിക്കും റോമൻ പടയാളിയുള്ള ബന്ധത്തിലാണ്, ആ പടയാളിയെ കണ്ടുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ഒരു ഭാഗം എഴുതുന്നത്. ഒരു പടയാളിക്ക് അരക്കച്ചിയുണ്ട്, അതുപോലെ തന്നെ കവചമുണ്ട്, ഒരു പ്രത്യേക തരത്തിലുള്ള പൊക്കമുള്ള ഷൂ പോലെയുള്ളത് ഉണ്ട്, അതുപോലെ പരിചയമുണ്ട്, വാളുണ്ട്, രക്ഷ എന്ന ശിരസ്ത്രമുണ്ട്. ഒരു പടയാളിയെ കണ്ടുകൊണ്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പം ഈ വസ്ത്രം ഒറ്റ തുന്നലുള്ള വസ്ത്രമാണ്, ലോഹമുള്ള വസ്ത്രമാണെന്ന് ചിന്തിക്കുക. ബെൽറ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഓർത്ത് നോക്കിയേ, ഒരു ശത്രു വരുമ്പോൾ ശത്രുവിൻ്റെ അടുക്കിലേക്ക് ഓടി പോകുമ്പോൾ വസ്ത്രത്തിൽ ഒരു കൈ പിടിക്കേണ്ടി വരത്തില്ലേ? അതുകൊണ്ടാണ് പറയുന്നത് അരയ്ക്ക് ബെൽറ്റ്, അരയ്ക്ക് സത്യം കെട്ടുക. ഒരു ഭടനെ സംബന്ധിച്ച് സത്യത്തോട് നിൽക്കാൻ തയ്യാറാകുക, നീതി എന്ന കവചം ധരിക്കുക, വസ്ത്രം കൂടാതെ കവചം ധരിക്കുക, ഹെൽമറ്റ് പോലെ രക്ഷ എന്ന ശിരസ്ത്രം ധരിക്കുക, വിശ്വാസം എന്ന പരിചയം എടുക്കുക, വിശ്വാസത്തിന്റെ പരിചയം എടുക്കുക, പരിചയം പിടിക്കുക, ഒരിക്കൽ വാള്. അതുപോലെ ആ യുദ്ധസ്ഥലം എന്നൊക്കെ പറയുന്നത് പടയാളി നിൽക്കുന്ന സ്ഥലത്തൊക്കെ നമുക്കറിയാം, യേശു കർത്താവിന് തലയിൽ വിഷമുള്ളുകൾ അടിച്ചു കയറ്റുന്ന പറയുന്നത്, മുൾക്കിരീടം യേശു കർത്താവിൻ്റെ തലയിൽ. അങ്ങനെയെങ്കിൽ വിഷമുള്ളുകൾ നിറഞ്ഞ സ്ഥലത്തൂടെയൊക്കെ ആയിരിക്കും പോകുന്നത്. ആ പ്രത്യേകത്തിലുള്ള ചെരുപ്പ്, വലിയ പൊക്കമുള്ള ഷൂ പോലുള്ള ചെരുപ്പ് അത് ഇട്ടിരിക്കണം. അപ്പം താൻ തന്നെ കവചം കൊണ്ട് താൻ സൂക്ഷിക്കുന്നവരാകണം. അപ്പോൾ നോക്കിയേ, വിശ്വാസമെന്ന പരിച, ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള്, പ്രാർത്ഥന, ഏത് സമയത്തും ഒരുങ്ങിയിരിക്കുക. ആ ഒരു ബന്ധത്തിൽ ഒരുങ്ങിയിരിക്കണമെന്നാണ് പൗലോസ് ഒരു ഭടനെ കുറിച്ച് പറയുന്നത്. അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കതായ തീയും അമ്പും
അപ്പോൾ അമ്പ് മാത്രമല്ല, തീ കൊണ്ട് അമ്പ് കൊള്ളുകയും ആ കൊള്ളുന്ന ഭാവം അത്രയും നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നു. ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയ ഒരു സൈഡിൽ പിടിക്കുക. രക്ഷ എന്ന ശിരസ്ത്രം തലയിൽ, ദൈവജനം എന്ന ആത്മാവിന്റെ വാള് കൈക്കൊള്ളുവിൻ. അപ്പോൾ ഈ ഒരു ബന്ധത്തിലാണ് ഭടനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഭടൻ എപ്പോഴും ആയുധധാരിയായി ഭടൻ ഒരുങ്ങി ഇരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് ആ ഭാവം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവർ, നാമം അപ്രകാരം തന്നെ ആയിരിക്കുക. സത്യത്തോടെ, നീതിയോടെ, വിശ്വാസത്തോടെ, ആ ദൈവജനത്തിന് അടിസ്ഥാനപ്പെട്ട് പ്രാർത്ഥനയോടെ രക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് നാമും വിശ്വസ്തയോടെ സമാധാനത്തിലുള്ള സുവിശേഷത്തിനായി നാമും എപ്പോഴും ഒരുങ്ങി ഇരിക്കുക. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ കൃപയാൽ ശക്തിപ്പെടുക, കേട്ടത് വിശ്വസ്തരെ ഭരമേൽപ്പിക്കുക, കഷ്ടം സഹിക്കുക, യേശുവിനെ പ്രസാദിപ്പിക്കുക. ഇതിൽ 1 by 1 ആയിട്ട് പറയാൻ സമയമില്ലെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ആക്കിയിരിക്കുന്നിടത്ത് നാം വിശ്വസ്തരാകുക. അപ്പോൾ നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് നാം വിശ്വസ്തരായിരിക്കുക. എവിടെയാണോ നമ്മളെ ആക്കിയിരിക്കുന്നത് അത് വിശ്വസ്തരായിരിക്കുക. നമുക്ക് ഇപ്പം ഇവിടെ ഇന്ത്യ രാജ്യത്തിലെ ഭടന്മാർ ആയിരിക്കട്ടെ, അവർക്കൊരു ഓഫീസുണ്ട്. ടെക്നിക്കൽ കാര്യം ചെയ്യുന്നവരുണ്ട്, അത് അവരുടെ ഒരു ഓഫീസാണ്. അതുപോലെ ആധുനിക യുദ്ധ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുണ്ട്, അത് അവരുടെ ഒരു ഓഫീസാണ്. വണ്ടി ഓടിക്കുന്നവരുടെ ഒരു ഓഫീസുണ്ട്. ഫുഡ് കൈകാര്യം ചെയ്യുന്നവരുണ്ട്, മെഡിസിനുകൾ കൈകാര്യം ചെയ്യുന്നവരുണ്ട്, പെട്ടെന്നുള്ള മെസ്സേജുകൾ കൈമാറുന്നവരുണ്ട്. അപ്പോൾ അവരവരുടെ ഓഫീസുകളുണ്ട്. പഠനം അവരോട് ഓരോ ഡ്യൂട്ടീസ് ഉണ്ട്, ഓരോ ഓഫീസുകളുണ്ട്. ആ ഓഫീസിൽ വിശ്വസ്തയോടെ നിൽക്കണം. ഏതാണ് ഏൽപ്പിച്ച ഓഫീസുകൾ, അതിൽ വിശ്വസ്തയോടുകൂടി തന്നെ നിൽക്കാൻ തയ്യാറാകണം. ഏതാണോ ഓഫീസ്, ഏതാണോ ഏൽപ്പിച്ചിരിക്കുന്നത് അതിൽ പ്രാഗൽഭ്യം തെളിയിക്കണം. അപ്പം ഭൂമിയിലെ ഭടന്മാർ അങ്ങനെയാണെങ്കിൽ, ഭൂമിയിലെ സോൾജേഴ്സ് അങ്ങനെയാണെങ്കിൽ, ഇവിടെ പറഞ്ഞവർ പലപ്പോഴും അവർക്ക് യുദ്ധം വന്നു കഴിഞ്ഞാൽ ആ സമയത്തല്ല ആയുധങ്ങൾ അവർ വൃത്തിയാക്കാൻ തയ്യാറാകുന്നത്. ഏതു സമയത്തും ആയുധം വൃത്തിയാക്കി ഏത് സമയത്തും തുടച്ച് വളരെ ഒരുക്കത്തോടു കൂടി തന്നെ നിൽക്കുന്നത്. അവരായിരിക്കുന്ന ആ ഗ്രൗണ്ട് അവരെപ്പോഴും ശ്രദ്ധിച്ച് വൃത്തിയാക്കി തന്നെ നിൽക്കുന്നത്. ഏത് സമയത്തും ഒരു അറ്റാക്ക് ഉണ്ടാകാം. അന്നേരം പോയി ആയുധം എടുക്കാൻ പറ്റത്തില്ല. അന്നേരം എനിക്ക് റൈഫിൾ വേണമെന്നോ എനിക്ക് മറ്റ് സംവിധാനം വേണമെന്നോ പറയാൻ പറ്റത്തില്ല. ഏത് സമയത്തും തനിക്കുള്ളതുമായി കരുതിയിരിക്കണം എന്നാണ് ഭാവം പഠിപ്പിക്കുന്നത്. അപ്പം അവനവൻ്റെ ഓഫീസിനകത്ത് അല്ലെ അവനവൻ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ വിശ്വസ്തയോടെ നിൽക്കുക, ആക്കിയിരിക്കുന്നിടത്ത് വിശ്വസ്തയാകുക. അങ്ങനെയെങ്കിൽ അത് ഭൂമിയിലെ ഒരു ഭടനെക്കുറിച്ച് പറയുന്നെങ്കിൽ, ക്രിസ്തുവിൻ്റെ ഒരു നല്ല ഭടൻ ചെയ്യേണ്ടത് കൃപാവരങ്ങൾ ഉപയോഗിക്കണം. ക്രിസ്തുവിൻ്റെ ഒരു നല്ല ഭടൻ കൃപാവരങ്ങൾ ഉപയോഗിക്കണം. താൻ ദൈവമാക്കി വെച്ചിരിക്കുന്ന ഓഫീസിനകത്ത്, ദൈവമാക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്കകത്ത്, ദൈവമാക്കി വെച്ചിരിക്കുന്ന ഏതാണോ ശുശ്രൂഷ അന്തര ശുശ്രൂഷയുണ്ട്. ഇടയനാണോ, സുവിശേഷകനാണോ, പ്രവാചകനാണോ, അപ്പോസ്തലനാണോ, ഇനി അധ്യാപകനാണോ, ദൈവം ഏൽപ്പിച്ച വിളി ഏതാണോ, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ ഏതാണോ, അത് തിരിച്ചറിഞ്ഞ് നിൽക്കാൻ തയ്യാറാകണം. ഇടയനാണെങ്കിൽ ഇടയന്റെ പ്രവൃത്തി ചെയ്യുക. ഒരിക്കലും സുവിശേഷകൻ കയറി അപ്പോസ്തലന്റെ പ്രവൃത്തി ചെയ്യാൻ പോകരുത്. അപ്പോസ്തലനെ സംബന്ധിച്ച് ഇതൊക്കെ എല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റും. നമ്മുടെ ഓഫീസ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഏതാണോ അതിനകത്ത് വിശ്വസ്തയോടെ നിൽക്കുക. അപ്പോൾ തന്നെ കൃപാവരങ്ങൾ 9 കൃപാവരങ്ങളുണ്ട്. അന്യഭാഷ, വ്യാഖ്യാനം, രോഗശാന്തികളുടെ വരം, വീര്യപ്രവൃത്തികളുടെ വരം, അങ്ങനെ അടങ്ങുന്ന 9 കൃപാവരങ്ങളുണ്ട്. ഒരു ഭടനെ സംബന്ധിച്ച്, കൃഷ്ണൻ നല്ല ഭടനെ സംബന്ധിച്ച് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ശുശ്രൂഷകൾ, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ, ഇനി അഥവാ ആത്മാവിൻ്റെ ഫലങ്ങൾ ചെയ്യാൻ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. മറ്റ് പ്രയോജനവരങ്ങളിലാണ് ഉണ്ടെങ്കിൽ സ്നേഹത്തിൽ അധിഷ്ഠിതമായി അത് ചെയ്യാൻ തയ്യാറാകുക, നന്മ ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു ഭടനെ സംബന്ധിച്ച് ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് വിശ്വസ്തയോടെ ആകുക. അപ്പോൾ തന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ നന്നായി ചെയ്യുക. ആ സമയത്ത് തന്നെ കൃപാവരങ്ങളെ ഉപയോഗിക്കുന്നവരും ആയിരിക്കണമെന്ന് വേദഭാഗം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 26 അധ്യായം 18 വാക്യം, അവർക്ക് പാപമോചനവും
എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറക്കുവാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്കും തിരിക്കുവാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. ശരിക്കും പൗലോസ് അഗ്രിപ്പാ രാജാവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് തനിക്കുണ്ടായ സാക്ഷ്യത്തെക്കുറിച്ചും കർത്താവിനെ അറിയാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പറയുകയാണ്, അവിടെ പറയുന്നുണ്ട്, കർത്താവ് എന്നെ ഏൽപ്പിച്ചത് സാത്താന്റെ അധികാരത്തിൽ നിന്നും ഇങ്ങനെ പറയുന്നു. പൗലോസിന്റെ മാനസാന്തര സമയത്ത് അല്ലെങ്കിൽ കർത്താവിന്റെ സ്പർശനം ഉണ്ടാകുന്ന സമയത്ത് പറയുന്ന കാര്യമാണ്. അത് പൗലോസ് എടുത്തു പറയുക, ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും ജനങ്ങൾക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് പാപമോചനവും അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറക്കുവാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ ദൈവത്തിലേക്ക് തിരിക്കുവാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം പ്രത്യേക ദൗത്യത്തോടു കൂടിയാണ് പൗലോസിനെ ദൈവം ഓർത്തിരിക്കുന്നത്, ഒരു ഭടനാക്കുന്നത്. പൗലോസ് എന്ന ഭടന്റെ ഉത്തരവാദിത്വം ഉത്തരവാദിത്വമാണ് പാപമോചനത്തിനായും വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ അവകാശം ലഭിക്കേണ്ടതിനും അവരുടെ കണ്ണു തുറക്കുവാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുവാനും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാനും. അപ്പൊ നോക്കിയേ, പൗലോസ് എന്ന ഭടന്റെ ഉത്തരവാദിത്വം പൗലോസ് അത് ചെയ്യാൻ തയ്യാറാകുന്നു. അപ്പോൾ അവനൊരു ഭടൻ എന്ന നിലയ്ക്ക് നമുക്കുള്ള ഉത്തരവാദിത്വം നാം ചെയ്യുന്നവരാകണം. അപ്പോൾ നോക്കിയേ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. എഫെസ്യ ലേഖനം 6:10 പഠിപ്പിക്കുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളെ ദുഷ്ടാത്മസേനയോടും അത്രേ. അപ്പം ഒരു ഭടൻ എന്ന നിലയ്ക്ക് പോരാട്ടമുള്ളത് അയൽവക്കക്കാരോടല്ല, അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ബന്ധുക്കാരോടോ പ്രിയപ്പെട്ടവരോടോ ഒന്നുമല്ല നമുക്ക് പോരാട്ടം. ഒരു ഭടൻ എന്ന നിലയിൽ, ആത്മീയ ഭടൻ എന്ന നിലയിൽ അവന് പോരാട്ടമുള്ളത്. ഒരു ഭൂമിയിലെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭടന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റു രാജ്യത്തു നിന്ന് സംരക്ഷിക്കുക, മറ്റ് പ്രശ്നങ്ങൾ കൂടാതെ സംരക്ഷിക്കുക, അതാണ് അവരുടെ ഉത്തരവാദിത്വം. എന്നതുപോലെ തന്നെ ഒരു ക്രിസ്തുവിൽ ഒരു നല്ല ഭടൻ എന്ന നിലയിൽ അവൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, അവൻ്റെ പോരാട്ടം എന്ന് പറയുന്നത് അയൽവക്കക്കാരോടോ മറ്റ് രാജ്യങ്ങളോടോ ഒന്നുമല്ല. അതുകൊണ്ട് നമുക്ക് രാജ്യത്തിന് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി, ഇരുട്ടിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇവിടെ പറയുന്നു, നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകൾ, അധികാരങ്ങൾ, സ്വർലോകങ്ങളെ ദുഷ്ടാത്മസേന, ഇതിനോടൊക്കെയാണ് നമുക്ക് പോരാട്ടം. ഒരു ഭടന് യുദ്ധമുള്ളത്, ഒരു ഭടന് പോരാട്ടമുള്ളത്. ഇത് തിരിച്ചറിഞ്ഞ് ഒരു ഭടൻ നിൽക്കണമെന്നാണ് ഓർപ്പിക്കുന്നത്. അപ്പം പൗലോസിനെ സംബന്ധിച്ച്, പൗലോസ് എന്ന ഭടൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാം, പൗലോസിനെ സംബന്ധിച്ച് കർത്താവ് തന്നെ വെളിപ്പെടുത്തിയ കാര്യം അഗ്രിപ്പാ രാജാവിനോട് പറയുകയാണ്. നിന്നെ ശുശ്രൂഷകനും, അവിടെ ഇങ്ങനെ പറയുന്നു 16-ാം വാക്യം, അപ്പോസ്തലപ്രവൃത്തി 26:16, എങ്കിലും 15, നീ ആരാകുന്നു കർത്താവേ എന്ന് ഞാൻ ചോദിച്ചതിന് കർത്താവ് നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ. എങ്കിലും നീ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുക, നീ എന്നെ കണ്ടതിന് ഇനിയും ഞാൻ നിനക്ക് പ്രത്യക്ഷനാകുവാൻ ഇരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിക്കുവാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. അപ്പോൾ നിന്നെ ഒരു ശുശ്രൂഷകനായി, നിന്നെ ഒരു ഭടനായി നിയമിക്കുവാൻ ജനത്തിൻ്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. എന്നിട്ട് അടുത്ത് പറയാം, അവർക്ക് പാപമോചനവും, ഒരു ഭടന് അവർക്ക് പാപമോചനവും വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ അവകാശം ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറക്കുവാൻ, ചിലരുടെ കണ്ണ് തുറക്കുവാൻ, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാനും. അപ്പോൾ നോക്കിയേ, നമുക്ക് പോരാട്ടമുള്ളത് അപ്പോൾ സ്വർലോകങ്ങളെ ദുഷ്ടാത്മസേനയോട്, ഒരു ഭടന ദേഷ്യമുള്ളത്, ഭടന പോരാട്ടമുള്ളത്, വാഴ്ചകൾ,
വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും സാത്താനും അവന്റെ കൂട്ടാളികളോടുമാണ് പോരാട്ടമുള്ളത്. അത് ഭടൻ തിരിച്ചറിഞ്ഞ് എപ്പോഴും ആ വിശ്വാസമെന്ന പരിചയമെടുത്ത് ദൈവജനമെന്ന ആത്മാവിന്റെ വാളെടുത്ത് സകല നേരത്തും സകലർക്കും വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതാ ഭടന്റെ ഉത്തരവാദിത്വം. അത് ചെയ്യുവാൻ ഒരു ഭടൻ തയ്യാറാകണം. നമ്മൾ പ്രാരംഭത്തിൽ പറഞ്ഞു, ക്രിസ്തുയേശുവിന്റെ കൃപയാൽ ശക്തിപ്പെടുക, കേട്ടത് വിശ്വസ്തതയെ ഭരമേൽപ്പിക്കുക, കഷ്ടം സഹിക്കുക, യേശുവിനെ പ്രസാദിപ്പിക്കുക, ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. പ്രിയമുള്ളവരെ, അത് ചെയ്യാൻ തയ്യാറാകുക. അപ്പോൾ മറ്റുള്ളവരെ ഭരമേൽപ്പിക്കാൻ തയ്യാറാകണം. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് അനുസരിച്ച് പൗലോസ് തന്നെ, പൗലോസിൽ മാത്രം പൗലോസ് വലിയവനാണ് നിന്നില്ല. പൗലോസ് യേശുവിനെ വെളിപ്പെട്ട് കിട്ടുകയും പൗലോസ് ചെയ്തത് തനിക്ക് അവിടെ പറയുന്നുണ്ട്, തന്റെ പ്രിയമകനായ തീമോഥെയോസിനെ എഴുതുന്നത്. പൗലോസിൽ നിജപുത്രന്മാരുണ്ടായിരുന്നു, ആത്മീയ സന്തതികളുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നാം ഒരുങ്ങുകയും ആയുധം ധരിക്കുകയും ചെയ്യുന്നപ്പോൾ തന്നെ അടുത്ത ജനറേഷനെ, അടുത്ത തലമുറയെ വിശ്വസ്തരെ ഏൽപ്പിക്കാൻ തയ്യാറാകണം. ഒരു പാസ്റ്ററിന്റെ പ്രധാന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ആടുകളെ പരിപാലിക്കുക മാത്രമല്ല, ആടുകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നും അല്ല. ഒരു പാസ്റ്റർ എന്ന് പറയുന്ന ആളുടെ പ്രധാന ഉത്തരവാദിത്വം അടുത്ത പാസ്റ്ററെ ജനിപ്പിക്കുക. ആടുകളുടെ കാര്യം ചെയ്യുന്നില്ല, അതാ പാസ്റ്റർ പ്രധാന ഉത്തരവാദിത്വം. ഒരു അപ്പോസ്തലന്റെ പ്രധാന ശുശ്രൂഷ എന്ന് പറയുന്നത് അടുത്ത അപ്പോസ്തലനെ ജനിപ്പിക്കുക. ഒരു സുവിശേഷകന്റെ പ്രധാന ഉത്തരവാദിത്വം അടുത്ത സുവിശേഷകൻ. ഒരു ടീച്ചറും അത് തന്നെ, ഒരു പ്രവാചകനും അത് തന്നെ. പ്രിയമുള്ളവരെ, വിശ്വസ്തരെ ഭരമേൽപ്പിക്കുക, ആത്മീയ ജനനം നടക്കട്ടെ, ശിഷ്യത്വം ഉണ്ടാകുക. എന്നിട്ട് അവരെ കൂടെ നിർത്തുകയല്ല ചെയ്യേണ്ടത്, അവരെ പഠിപ്പിച്ച് പ്രാപ്തരാക്കി കൈവച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞയച്ചേക്കണം. അവരെ കൂടെ നിർത്തി എപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്ത് മാത്രം, നമ്മുടെ സർക്കിളിനകത്ത് കയറ് കെട്ടിയിട്ട് കറങ്ങുന്നതിനകത്ത് ഒതുക്കി നിർത്തുകയും ചെയ്യരുത്. അതൊരു നല്ലൊരു അപ്പോസ്തലന്റെ ദൗത്യമല്ല. അവരെ കൈവച്ച് പ്രാർത്ഥിച്ച് അവർക്കൊരു പ്രത്യേക സ്ഥലത്തേക്ക് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് പോയിക്കൊള്ളണം. അവരെ കൈവച്ച് അയച്ചേക്കണം. അതാ ചെയ്യേണ്ടത്. ഇവിടെ പറയുന്ന വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക എന്ന് ആ ഭാഗം വ്യക്തമായി പഠിപ്പിക്കുന്നു. അത് പ്രിയമുള്ളവരെ, ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥനയുടെ ആയിരിക്കാം. മറ്റ് ഭടന്മാരെ കൂടെ ഒരുക്കുക. നമ്മുടെ മിലിറ്ററിയൊക്കെ ചെയ്യുന്ന അതല്ലേ, 18ാമത്തെ വയസ്സാകുമ്പോഴേക്കും അല്ലെങ്കിൽ അടുത്ത 10th കഴിഞ്ഞ് +2 കഴിഞ്ഞ് വിളിക്കും, ഇത്ര ഭടന്മാരെ ആവശ്യമുണ്ട്, ഇത്ര സോൾജേഴ്സിനെ ആവശ്യമുണ്ട്. എന്തെന്നറിയാമോ, മുമ്പേ ഉള്ളവന്മാരെ അടുത്ത ഒരു ജനറേഷനെ, അടുത്തൊരു തലമുറയെ, അടുത്തൊരു ഭടന്മാരെ ഒരുക്കുക. അത് ചെയ്യണം. അത് തന്നെ തീമോഥെയോസിനോടും പറയുക. പ്രിയമുള്ളവരെ, ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ബന്ധിക്കപ്പെട്ടതിനെ വിടുവിക്കുവാൻ നമുക്ക് തയ്യാറാകാം. ലഭിച്ച ഓഫീസിനകത്ത് വിശ്വസ്തയോടെ നിൽക്കാൻ തയ്യാറാകുക. അപ്പോസ്തലപ്രവൃത്തി 8ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ അതോടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. 8ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പോസിനെ കുറിച്ച് പറയുന്നു. ഫിലിപ്പോസ് സമരിയ പട്ടണത്തിൽ ചെന്നു, അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരം കേൾക്കുകയും കാണുകയും ചെയ്യാൻ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്ക നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. നോക്കിയ, തനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കനുസരിച്ച് സുവിശേഷകൻ ഫിലിപ്പോസ് ഒരു നല്ല ഭടൻ എന്ന നിലയ്ക്ക് ചെയ്യുകയാണ്. വേറൊന്നും അറിയത്തില്ല, യേശുവിനെ മാത്രമേ അറിയത്തുള്ളൂ. ആ ശുശ്രൂഷ ചെയ്യാൻ തയ്യാറായപ്പോഴേക്കും, യേശുവിന്റെ നാമം പറയാൻ തയ്യാറായപ്പോഴേക്കും ഒരു ശമരിയ പട്ടണത്തിൽ മഹാസന്തോഷം ഉണ്ടായെന്ന് അവനെ പഠിപ്പിക്കുന്നു. അതേ പ്രിയരെ, മഹാസന്തോഷം ഉണ്ടാക്കേണ്ട രാജ്യത്തിന്, ദേശത്തിന്, പട്ടണങ്ങൾക്ക് മഹാസന്തോഷം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വമാണ് ഒരു ഭടൻ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങൾക്കുമുള്ളത്. പ്രയാസപ്പെടേണ്ട, കർത്താവ് നമ്മോടൊപ്പം ഉണ്ട്. കർത്താവ് നമ്മെ നയിക്കാനിടയാകും. തീമോഥെയോസിനോട് പറയാ, നീ ഭാരപ്പെടേണ്ടെന്നേ, ഞാൻ പറയുന്നത് നീ ചിന്തിച്ചു കൊള്ളുക. കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. അപ്പോൾ നമുക്ക് ബുദ്ധിയില്ല, ശക്തിയില്ല എന്ന് ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. കർത്താവ് സകലത്തിലും ബുദ്ധി തരും. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ഭോഷത്വമാനെ തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ഇല്ലായ്മ ചെയ്യാൻ ബലഹീനമാനെ തിരഞ്ഞെടുത്തു. അതല്ലേ പത്രോസിനെ ഓർത്ത് നോക്കിയേ. എന്തായിരുന്നു ജോലി? മുക്കുവനായിരുന്നു.
ഇപ്പോൾ യേശു കർത്താവ് ഒരു ഭടനെ തിരഞ്ഞെടുക്കുമ്പോൾ കഴിവോ ആരോഗ്യമോ ഒന്നും നോക്കിയിട്ടല്ല. കർത്താവിന് അവനെക്കുറിച്ച് പദ്ധതിയുണ്ട്, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് പിന്നെ കൊലോസ്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിൽ ശക്തിപ്പെടണം. എനിക്ക് ബുദ്ധിയില്ല, ശക്തിയില്ല, പ്രയാസപ്പെടേണ്ട, കർത്താവിലും കർത്താവിൻ്റെ അമിതബലത്തിലും ഒരു ഭടൻ എന്ന നിലയ്ക്ക് ശക്തിപ്പെടുവാൻ ഈ സമയത്ത് തയ്യാറാകണം. ഞാൻ പ്രാർത്ഥിക്കട്ടെ പ്രിയമുള്ളവരെ. അപ്പോൾ തീമോഥെയോസിനോട് പറയുന്ന ഒരു വാക്കൂടെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ കിരീടം പ്രാപിക്കില്ല. അതേ പ്രിയരെ, പൗലോസ് പറയാണ്, ചട്ടപ്രകാരം പോരാടുക, കിരീടം പ്രാപിക്കും. ഈ ഭൂമിയിലും കിരീടം പ്രാപിക്കും, ഇവിടെയും ആ നന്മ ലഭിക്കാൻ ഇടയാകും. അപ്പോൾ തന്നെ വരുവാനുള്ള ലോകത്തിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവി, ഒരു പ്രതിഫലം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നല്ല പഠന നിലയ്ക്ക് ക്രിസ്തുവേശുവിനെ നല്ല പഠനാകുക, ക്രിസ്തുവേശുവിന്റെ കൃപയെ ശക്തിപ്പെടുക, കേട്ടത് വിശ്വസ്തരെ ഭരമേൽപ്പിക്കുക, കഷ്ടം സഹിക്കുക, യേശുവിനെ പ്രസാദിപ്പിക്കുക, കിരീടത്തിനായി ചട്ടപ്രകാരം പോരാടുക. കർത്താവ് സകലത്തിൽ നിനക്ക് ബുദ്ധി നൽകുമല്ലോ. യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. ഞാൻ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. പൗലോസ് പറയുന്നു, ഞാൻ കർത്താവിനെ ഓർത്താ ചെയ്യുന്നത്, നീയും അങ്ങനെ തന്നെ ആകണമെന്ന് തീമോഥെയോസിനോട് പൗലോസ് പറയുന്നു. അതേ പ്രിയമുള്ളവരെ, ഒരു നല്ല പഠനമായി നിൽക്കാൻ തയ്യാറാകുക. പത്രോസ് ചെയ്തതുപോലെ, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, എനിക്കുള്ള നിനക്ക് തരുന്നു, നസറനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. മുടന്തന്റെ കാല് വിടുവിക്കപ്പെടുവാനിടയായി. ഫിലിപ്പോസ് സമര്യ പട്ടണത്തെ ഒരു നല്ല പഠനം എന്ന നിലയ്ക്ക് സമര്യ പട്ടണത്തെ സന്തോഷത്തിലേക്ക് വരുത്തുവാനിടയായി. പൗലോസ് അനേകരെ ആ ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാനിടയായി. അതേ പ്രിയരെ, ക്രിസ്തു യേശുവിന്റെ ഒരു നല്ല ഭടനായി മാറുവാൻ നമുക്ക് തീരുമാനിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഭൂമിയിൽ ഒരു നല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഏതെങ്കിലും ഒരു പട്ടാളത്തിലൊക്കെ ജോലി ചെയ്യണം, ഏതെങ്കിലും ഒരു ഫോഴ്സിനകത്താകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ചെറുപ്പം മുതൽ. അതിനനുസരിച്ച് NCC ആണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ലീഡറായിട്ടും അവരുടെയൊക്കെ ലീഡറായിട്ടൊക്കെ നിൽക്കുക ദൈവം ആ കാലഘട്ടത്തിൽ അവസരം തന്നു. പക്ഷെ എന്തോ ദൈവത്തിൻ്റെ കൃപയാൽ അതൊന്നും ആയില്ല. എങ്കിലും വളരെ സന്തോഷമുണ്ട്, ആ പട്ടാളത്തിനകത്തായില്ലെങ്കിലും ക്രിസ്തുവേശുവിൻ്റെ ഒരു നല്ല ഭടനാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി കർത്താവിനെ തിരഞ്ഞെടുത്ത് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്നുള്ള നാളുകളിലും അപ്രകാരം കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, കർത്താവ് തരുന്ന ബുദ്ധിക്കനുസരിച്ച് നിൽക്കുവാൻ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കും. നിങ്ങളും അപ്രകാരം തന്നെ ആയിരിക്കണം. ഒരു നല്ല പഠനമാകുവാൻ ശ്രമിക്കുക, നല്ല പഠനമാകുക, ദൈവവചനം വായിക്കുക, പ്രാർത്ഥിക്കുക, വിശ്വാസത്തിൽ സ്റ്റെപ്പുകൾ വെക്കാൻ തയ്യാറാകുക, അനേക രക്ഷയിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാകുക, സമാധാന സുവിശേഷമായി മുന്നേറുവാൻ തയ്യാറാകുക, സത്യം മുറുകെ പിടിക്കുക. എന്തു വന്നാലും സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആ നീതിയുടെ കവചം ധരിച്ചുകൊണ്ട് നിൽക്കുവാൻ തയ്യാറാകണം എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഓർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു നല്ല ഭടൻ, ക്രിസ്തുവിൻ്റെ നല്ല ഭടനാകുക. ഇനി ഓർപ്പിച്ച ചില കാര്യങ്ങൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യാനിടയായി. നിങ്ങൾ ഒരിക്കൽ കൂടെ വേദഭാഗങ്ങൾ ധ്യാനിക്കുക, കുറെ കൂടെ വെളിപ്പെടുത്തലുകൾ ദൈവം നിങ്ങൾക്ക് തരുവാനിടയാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഒരു നല്ല ഭടനായി നിൽക്കുവാൻ തീരുമാനിക്കുക. മറ്റൊന്നും വേണ്ട, കർത്താവ് പ്രതിഫലം തരും. വരുവാനുള്ള ലോകത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രതിഫലത്തിന് ഉടമകളായിട്ട്, റിവാർഡിന് ഉടമകളായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സ്വർഗീയ നല്ല പിതാവേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അതിരാവിലെ തുറന്ന് നടക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത തുടർന്നും കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ഒരു നല്ല ഭടനായി ചില മാനദണ്ഡങ്ങൾ, ചില നിയമങ്ങൾ പാലിച്ച് നിൽക്കുവാൻ ഓരോരുത്തരും ബലപ്പെടുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നേറുവാൻ ഓരോ പ്രിയപ്പെട്ടവരുടെ ബലപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും തകർന്നവരായിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിലൊക്കെ സൗഖ്യമാകട്ടെ, വിടുതലുണ്ടാകട്ടെ. നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത വിഷയങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ ഒരു വലിയ മറുപടി ലഭിക്കുവാൻ ഇടയാകട്ടെ. ഞങ്ങളുടെ രാജ്യത്തെ കർത്താവ് സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ രാജ്യം സൗഖ്യമാകട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശുശ്രൂഷകരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിറവടിയായി കർത്താവിൻ്റെ രാജ്യത്തിന് പ്രയോജനമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഭടന്മാരായി മാറുവാൻ ഓരോരുത്തരും ദൈവം അഭിഷേകം ചെയ്തതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അവരും അതേ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം അവരെ അഭിഷേകം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഓരോ കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷയത്തിൻ്റെ മീതെ സ്വർഗം അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. അവർ ചിന്തിക്കുന്നതിന് നനയ്ക്കുന്നതിനും അപ്പുറമായി സ്വർഗം വൻകാര്യങ്ങൾ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, താഴ്ത്തുന്നു. ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.
ഞാൻ സംസാരിച്ചത് യേശുക്രിസ്തുവിൻ്റെ നല്ല പഠനം. നാം ക്രിസ്തുവെ ദൈവരാജ്യത്തിലാണ്, പുത്രൻ്റെ രാജ്യത്തിനകത്താണ്, അവിടുത്തെ പഠനമാണ്. പഠന ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾക്കനുസരിച്ച് സ്റ്റെപ്പുകൾ വയ്ക്കുവാൻ തയ്യാറാകുക. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ജീസസ്.